കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണനയ്ക്കെടുത്ത ബസിലിക്കയുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി നിലപാട് വിശ്വാസികൾക്ക് അനുകൂലമായി തന്നെ വരും. കാരണം കർത്താവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിക്കുകയാണ് ബസിലിക്കയ്ക്കുള്ളിൽ വിശ്വാസികൾ. ബസിലിക്കയിൽ മാത്രമല്ല മറ്റിടവകകളിലും യഥാർത്ഥ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളം മുൻസിഫ് കോടതി പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം 20-ാം തീയതി ആ പള്ളി എങ്ങനെയായിരുന്നോ അതേപോലെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്നതാണെന്ന്. ഇനി ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് ഈ മാസം അവസാനം 30-ാം തീയതി. എറണാകുളം മുൻസിഫ് കോടതിയിൽ കേസ് പരിഗണിക്കുന്നത് 29-ാം തീയതി. അങ്ങനെ കേസുകളുടെ കൂമ്പാരം. ഈ കേസുകളിലെ പൂർണ്ണമായ ഒരു തീരുമാനം വരുന്നതുവരെ വിശ്വാസികളും പരിസ്ഥിതി തുടരും. ബസിലിക്കയിൽ അവർ പ്രാർത്ഥനാ സമരത്തിലായിരിക്കുകയും ചെയ്തു. പാമ്പ്ലാനയുടെ കണ്ണൂർ ഗുണ്ടായുസം കൊണ്ട് സഭയിൽ പിതാക്കന്മാർക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് വിശ്വാസികൾ കോടതിയുടെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ്. കോടതിയെ സമീപിച്ചത് പാമ്പ്ലാനിയാണ്, പക്ഷെ വിശ്വാസികൾ കോടതിയുടെ തീരുമാനത്തിന് അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പാമ്പ്ലാനി ബഹുമാനപ്പെട്ട കോടതികളിൽ കള്ളത്തരത്തിലാണ് കേസുകൾ ഫയൽ ചെയ്യുന്നത്. ഒരു കോടതിയിലും കുർബാന സംബന്ധിച്ച കേസുകളില്ലെന്നും ഉള്ള കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയാണ് എറണാകുളം കോടതി ഉത്തരവ് പ്രകാരം ബസിലിക്കയിൽ. ഏകീകൃത കുർബാനയ്ക്ക് വഴിയാണ് വിശ്വാസികൾ പ്രവർത്തിക്കുന്നത്. അതിൽ പരിശുദ്ധാത്മാവ് തീർച്ചയായും ഒപ്പമുണ്ട്. അതുകൊണ്ടാണ് ഏവരും ബസിലിക്ക ദേവാലയത്തിന്റെ ഈ കൂട്ടപ്രാർത്ഥനയിൽ ഏവരും അതിൽ മുഴുകിയിരിക്കാൻ ആവശ്യപ്പെടുന്നു. ഡിസംബർ മാസം 1-ാം തീയതിക്ക് മുമ്പോടെ കുർബാന ഒഴിച്ച് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നതാണ്. രണ്ടു കൂട്ടരും ഒരു കോംപ്രമൈസ് പെറ്റീഷൻ കൊടുത്തതിന്റെ വെളിച്ചത്തിൽ കുർബാന ഒഴിച്ച് എല്ലാ ചടങ്ങുകളും നടത്തുന്നതിന് 1.5 വർഷം മുമ്പ് പള്ളി തുറന്നിടണമെന്ന് ഒരു സമവായം ഉണ്ടാക്കിയതാണ്. അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതനുസരിച്ച് ഏതാണ്ട് 1.5 വർഷക്കാലമായി പള്ളിയിൽ കുർബാന ഒഴിച്ചുള്ള ഇതര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മങ്ങാടൻ ബസിലിക്കയിൽ വന്ന ശേഷമാണ് പാമ്പ്ലാനിയുടെ തിട്ടൂരം കൊണ്ട് ജനാഭിമുഖം എന്ന സാത്താരികം അവിടെ അർപ്പിക്കാൻ തുടങ്ങിയത്. അതിനെയാണ് വിശ്വാസികൾ എതിർത്തത്. പരിശുദ്ധാത്മാവാണ് വിശ്വാസികളെ ഇപ്പോൾ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ കാത്തിരിക്കുന്നത് വിജയം മാത്രമാണ്. അതോർത്ത് വേണം ബസിലിക്കയിലെ പ്രാർത്ഥനാ സമരം തുടർന്നു കൊണ്ടുപോകാൻ. കാരണം കോടതി വിധി അതെന്തായാലും വിശ്വാസികൾക്ക് അനുകൂലമായി.